പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ 2022 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ റിലീസ് ചെയ്തിരിക്കുന്നു. താങ്കൾക്ക് ഇഗ്നോയുടെ ഹോം പേജിൽ പോയതിന് ശേഷം ഇഗ്നോയുടെ ഹോം പേജ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇഗ്നോയുടെ ഹോം പേജ് ഇവിടെ www.igno.ac.in എന്ന് ടാസ്ക് ബാറിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹോം പേജ് ലഭിക്കുകയായി. ഹോം പേജിലെ ഹോമിൽ തന്നെ അതിന്റെ ഫസ്റ്റ് വിൻഡോയിൽ തന്നെ ലിങ്ക് ഫോർ ഡൗൺലോഡിംഗ് ഓഫ് ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഫോർ ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് ഒന്നാമത്തെ പോയിന്റിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ മറ്റൊരു വിൻഡോ ആണ് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഡിസംബർ 2022 നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം കോഡ് ഏതാണോ അത് കൃത്യമായി ടൈപ്പ് ചെയ്താൽ താങ്കൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ് വരികയായി. ഹാൾ ടിക്കറ്റിന്റെ ഏകദേശ രൂപം ഞാൻ ഇവിടെ കാണിച്ചു തരുന്നു. ഹാൾ ടിക്കറ്റിലെ സുപ്രധാനമായ നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹാൾ ടിക്കറ്റ് വളരെ സൂക്ഷ്മമായി വായിക്കുക. ഇപ്പോൾ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് കിട്ടിയതിന് ശേഷം പല തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പേര് എന്നെ സമീപിക്കുകയുണ്ടായി. അതായത് പേര് പരസ്പരം മാറിപ്പോകുക, സ്പൗസിന്റെ പേര് ഒപ്പം എൻറോൾമെന്റ് നമ്പറിന്റെ സ്ഥാനത്തല്ലാതെ നെയിം ഓഫ് ദ സ്റ്റുഡന്റിലെ സ്പൗസിന്റെ നെയിം വരിക, സ്പൗസ് അല്ലെങ്കിൽ ഗാർഡിയന്റെ പേര് വരിക, എക്സാമിനേഷൻ സെന്റർ കോഡ് തെറ്റായി വരിക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്ത് ഇൻഫർമേഷൻ വരികയാണെങ്കിലും ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് ഇമെയിൽ ചെയ്യുക. കേരളത്തിലുള്ള 3 റീജിയണൽ സെന്ററിലെ ഇമെയിൽ അഡ്രസ് ഞാൻ കൃത്യമായി ഇപ്പോൾ പറയുന്നു. RC കൊച്ചിൻ COCHIN എല്ലാം സ്മാൾ ലെറ്റർ RCCOCHIN കൊച്ചിൻ @igno.ac.in അതാണ് RC കൊച്ചിന്റെ ഇമെയിൽ. അതുപോലെ തന്നെ RC വട്ടക്കര RCVATAKARA @igno.ac.in അതുപോലെ RC ട്രാൻഡ്രം, പഴയ അതേ സ്പെല്ലിംഗ് ആണ്, തിരുവനന്തപുരം എന്നല്ല, RC ട്രാൻഡ്രം @igno.ac.in. അങ്ങനെ എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ കാണുകയാണെങ്കിൽ താങ്കൾ വേറെ ആരെയും സമീപിക്കേണ്ടതില്ല, നേരിട്ട് ഒരു ഇമെയിൽ അയക്കുക. ഇമെയിൽ അയച്ചതിന് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. നിങ്ങൾ ടെൻഷൻ ആകരുത്. 10 ദിവസത്തോളം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, കൂളായിരിക്കുക. ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റും അയക്കുക. അപ്പൊ ഏതെല്ലാം ഭാഗത്താണ് തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യത? ഫോട്ടോഗ്രാഫ് തെറ്റാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ തെറ്റിയിട്ടുണ്ട് എങ്കിൽ, പ്രോഗ്രാം കോഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം നെയിം തെറ്റിയിട്ടുണ്ടെങ്കിൽ, നെയിം ഓഫ് ദ സ്റ്റുഡന്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ, എക്സാമിനേഷൻ സെന്റർ നിങ്ങൾ കൊടുത്തതല്ലാതെ മറ്റൊന്ന് ഇഗ്നോ ജനറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് മാറ്റാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം ഒരു സെന്ററിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് സബ് സെന്ററുകൾ അനുവദിക്കാനുള്ള പരമാധികാരം ഇഗ്നോ റീജിയണൽ സെന്ററിനുണ്ട്. അതുകൊണ്ട് സബ് സെന്റർ അനുവദിച്ച് തന്നിട്ടുണ്ടാവും. അവിടെ കൃത്യമായി പോയിന്റ് നമ്പർ 6 എക്സാം സെന്റർ അഡ്രസ് നൽകിയിട്ടുണ്ട്. ആ അഡ്രസ് പ്രകാരം കൃത്യമായി താങ്കൾ അഡ്രസ്സിൽ ബന്ധപ്പെടുക. ഇവിടെ അഡ്രസ് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായ ഈ അഡ്രസ് ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി ഇത് മനസ്സിലാക്കുക. ഹാൾ ടിക്കറ്റ് ഈസ് വാലിഡ് സബ്ജക്ട് ടു ഫുൾഫിൽ ദ കണ്ടീഷൻസ് ആസ് മെൻഷൻഡ് ഇൻ പാരാ നമ്പർ 17 ഓഫ് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ്. അതിൽ 17 ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസത്തെ പരീക്ഷ അത് ഏത് സെഷൻ, മോർണിംഗ് സെഷൻ ആണോ ആഫ്റ്റർനൂൺ സെഷൻ ആണോ എന്ന് കൃത്യമായി കാണിച്ചിരിക്കും. കോഴ്സ് കോഡ് കാണിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയവും ഇവിടെ കാണിച്ചിരിക്കും. മാത്രമല്ല ഇത് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. ദ എക്സാക്ട് ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം
of a particular paper will be as indicated on the question paper. ചിലപ്പോൾ ഈ 2 മണി മുതൽ 5 മണി വരെ ഉള്ള സമയത്തിൽ നിങ്ങളുടെ പരീക്ഷാ സമയം 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കാം. 50 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 2 മണിക്കൂറും 100 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 3 മണിക്കൂറും. പക്ഷെ ഇവിടെ 2 to 5 എന്നാണ് കാണുക. അപ്പൊ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കൃത്യമായിട്ട് അത് ഉണ്ട് എന്ന്, സമയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. സുപ്രധാനമായ കുറച്ച് ഇൻഫർമേഷൻസ്, ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുകയാണ്. ദ എക്സാമിനർ ഷുഡ് കെയർഫുള്ളി റൈറ്റ് ദയർ എൻറോൾമെന്റ് നമ്പേഴ്സ് ഓൺ ദ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റിൽ നിർബന്ധമായും നമുക്ക് എൻറോൾമെന്റ് നമ്പർ 10 അക്ക എൻറോൾമെന്റ് നമ്പർ, 9 അക്ക എൻറോൾമെന്റ് നമ്പർ എഴുതേണ്ടതുണ്ട്. മാത്രമല്ല ആൻസർ ബുക്ക്ലെറ്റിന്റെ ബാക്കിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കൃത്യമായി കൂൾ ഓഫ് ടൈമിൽ തന്നെ വായിക്കുക. പരീക്ഷ തുടങ്ങുന്നതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആൻസർ ബുക്ക്ലെറ്റ് കിട്ടിയിരിക്കും. അതിന്റെ ബാക്കിലുള്ളത് വളരെ നന്നായി വായിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുക. ഇൻ കേസ് ഓഫ് ആൻ ambiguous, deceptive or incorrect enrollment number being entered, the result will not be declared എന്നുള്ള ആ ഒരു മുൻകൂർ ജാമ്യം കൃത്യമായി മനസ്സിലാക്കുക. 1-0 എന്നുള്ളത് അറിയാതെ 0-1 എന്ന് എഴുതിപ്പോയാൽ അത് വളരെ വലിയ തെറ്റായിരിക്കും. 0-1 പകരം 0-0-1 എന്ന് എഴുതിയാലും അത് തെറ്റായിരിക്കും. കൃത്യമായി അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ക്രോസ് വെരിഫൈ ചെയ്യുക. ഇഫ് ദ റോൾ നമ്പർ ഓഫ് ദ എക്സാമിനേഴ്സ് ഈസ് 9 digit instead of 10 digit, then cross should be marked in the last bracket. ഏറ്റവും അവസാനത്തെ ബോക്സിൽ ഇങ്ങനെ ഒരു ക്രോസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു ക്രോസ് ചിഹ്നം 9 ഡിജിറ്റ് ഉള്ളവർ ആണ് എങ്കിൽ 10ാമത്തതിൽ ഒരു ക്രോസ് ചിഹ്നം കൊടുക്കുക. കൃത്യമായി അത് ഫോളോ ചെയ്യുക. ഡോണ്ട് ആഡ് 0, ഒരിക്കലും 0 എന്നുള്ളത് കൊടുക്കരുത്. 10ാമത്തെ ഡിജിറ്റിന്റെ ഭാഗത്ത് 0 എന്ന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നിങ്ങളുടേത് വളരെ വലിയ അബദ്ധമായിരിക്കും എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സുപ്രധാനമായ അറിയിപ്പ്, പ്ലീസ് നോട്ട് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ മെയിൻ ആൻസർ ഷീറ്റ് നോ സപ്ലിമെന്ററി ആൻസർ ഷീറ്റ് വിൽ ബി പ്രൊവൈഡഡ്. ഇത് വളരെ 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 നന്നായി മനസ്സിലാക്കുക. പ്ലീസ് നോട്ട് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ മെയിൻ ആൻസർ ഷീറ്റ് നോ സപ്ലിമെന്ററി ആൻസർ ഷീറ്റ് വിൽ ബി പ്രൊവൈഡഡ്. therefore candidate should write in each line and not leave blank pages എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. പ്ലീസ് സൈൻ ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ് ഡ്യൂറിംഗ് ദി examination in the prescribed column in front of your name and enrollment number. In case a candidate has not signed or signed anywhere other than in the prescribed column, he will be treated as absent. താങ്കളെ ആബ്സെന്റ് ആയി പരിഗണിക്കും എന്ന് പ്രത്യേകം പറയുന്നു. കൃത്യമായി അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിടാൻ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ തന്നെ ബിഫോർ സബ്മിറ്റിംഗ് ദ ആൻസർ ഷീറ്റ് ടു ദ ഇൻവിജിലേറ്റർ, ദ കാൻഡിഡേറ്റ് ഷുഡ് ചെക്ക് ദാറ്റ് ഹിസ് or her signature, the invigilator's signature and the examination center stamp is affixed at the designated place. ആൻസർ ഷീറ്റിലെ കൃത്യമായി അവിടെ ഇൻവിജിലേറ്ററിന്റെ ഒപ്പം അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ എക്സാമിനേഷൻ സെന്ററിലെ റബ്ബർ സ്റ്റാമ്പ് അതിൽ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എക്സാമിനർ ഷുഡ് നോട്ട് ദാറ്റ് they shall not be allowed to appear at any other exam center except the venue mentioned in the admit card. അഡ്മിറ്റ് കാർഡിലുള്ള സ്ഥലത്തല്ലാതെ വേറെ ഒരു കാരണവശാലും ഒരു സെന്ററിലേക്കും താങ്കളെ മാറ്റി പരീക്ഷ എഴുതിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കുക. ആ സെന്ററിൽ തന്നെ താങ്കൾ പോകേണ്ടതാണ്. ദ എക്സാമിനേഴ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, അത്തരത്തിലുള്ള PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ അതുപോലെ തന്നെ ന്യൂഡൽഹി നൽകുന്ന എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല എക്സാമിനേഴ്സ് മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് എ വാലിഡ് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ഇഗ്നോ ഡ്യൂറിംഗ് ദി എക്സാമിനേഷൻ. ഒന്നിലോ ഇഗ്നോയുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി കാർഡ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ഐഡന്റിറ്റി കാർഡ്. അപ്പൊ സ്വാഭാവികമായും പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാൻ ഒരുങ്ങുന്ന ആ ഒരു ബാഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ബാഗിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ ഏതെങ്കിലും ഒരു സാധന സാമഗ്രികൾ ഒരു ബോക്സ് താങ്കൾ കരുതുന്നു എങ്കിൽ അവിടെ ഐഡന്റിറ്റി കാർഡിന്റെ ഒരു കോപ്പി ഇപ്പോൾ തന്നെ എടുത്തു
വെക്കുക. അതുപോലെ തന്നെ ഇഗ്നോയുടെ ഐഡന്റിറ്റി കാർഡിന്റെ ഒരു കോപ്പി, 2 കോപ്പി ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് മൊബൈലിൽ ഉണ്ട് എന്ന് പറയരുത്. 2 പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുക. ഒന്ന് ഓരോ ദിവസവും ബുക്കിൽ തന്നെ അത് കൃത്യമായി വയ്ക്കുക. മറ്റൊന്ന് ഒരു സ്ഥിരമായി നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പൗച്ചിലോ ഒരു ബാഗിലോ കൃത്യമായി അത് വയ്ക്കുക. മാത്രമല്ല മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒരു കാരണവശാലും എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. കാൽക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ്, പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. നോർമൽ കാൽക്കുലേറ്റർ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മീഡിയം ഓഫ് എക്സാമിനേഷൻസ്, നിങ്ങൾ ഹിന്ദി മീഡിയത്തിലാണോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ ആ മീഡിയം തന്നെ കൃത്യമായി എഴുതുക. എന്തെങ്കിലും കാരണവശാൽ മറ്റ് മീഡിയത്തിലേക്ക് താങ്കൾ പോകാതിരിക്കുക. ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മീഡിയം ചേഞ്ച് ആയാലും വിരോധമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മീഡിയത്തിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും ഈ മലയാളം എന്നുള്ള ഒരു വിഷയത്തിന് മലയാളം എന്നുള്ളത് ഒഴികെ, അതുപോലെ തന്നെ ചില പ്രോഗ്രാമിന് മലയാളത്തിൽ അലൗ ചെയ്യുന്നു എങ്കിൽ മാത്രം, സപ്പോസ് CFN തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മലയാളത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള പക്ഷം താങ്കൾക്ക് ആ ഭാഷയിൽ എഴുതാവുന്നതാണ്. മാത്രമല്ല ആൻസേഴ്സ് റിട്ടൺ ഇൻ എനി അതർ ലാംഗ്വേജ് ഇൻ വിച്ച് ദ പ്രോഗ്രാം ഈസ് നോട്ട് ഓഫേർഡ്, പ്രോഗ്രാം ഓഫർ ചെയ്യാത്ത ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ്, ഒരു കാരണവശാലും അത് മൂല്യനിർണ്ണയം ചെയ്യപ്പെടുകയില്ല. ആൻഡ് ദ എക്സാമിനേഷൻ ഇൻ സച്ച് കോഴ്സസ് വിൽ ബി ക്യാൻസൽഡ് വിത്തൗട്ട് എനി ഇന്റിമേഷൻ ടു ദ എക്സാമിനീസ്, താങ്കളെ അറിയിക്കാതെ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല BSHF, FST 1, BNS 41, BNS 42, CLIS എല്ലാ കോഴ്സുകളും, PCO 1, BA, VA, 181 എന്നുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, OMR ഷീറ്റ് മുഖേനയായിരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. 13ാമത്തെ സുപ്രധാനമായ ഒരു പോയിന്റ്, ദ റിക്വസ്റ്റ് ഫോർ ദ ചേഞ്ച് ഇൻ ഡേറ്റ് ആൻഡ് സെഷൻ ഓഫ് എക്സാം വിൽ നോട്ട് ബി എന്റർടൈൻഡ് in case of the courses are from the same group number 1 മുതൽ 6 വരെ. അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷസ് വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ പറയുന്ന ഹാൾ ടിക്കറ്റിൽ പറയുന്നതല്ലാത്ത മറ്റൊരു ചാൻസ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഫോർ അപ്പിയറിംഗ് ഇൻ പ്രാക്ടിക്കൽ ലാബ് കോഴ്സസ് അതർ ദാൻ BLIS പ്രോഗ്രാം ആർ അഡ്വൈസ്ഡ് ടു കോൺടാക്ട് ദ റീജിയണൽ സെന്റർ ഫോർ വെന്യൂ ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ. MA PC, BA PC അതുപോലെ തന്നെ തുടങ്ങിയ മറ്റ് പ്രാക്ടിക്കൽ കോഴ്സസിനെല്ലാം തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ വിവരം അറിയാൻ റീജിയണൽ സെന്ററുമായി ബന്ധപ്പെടുക. എൻട്രി ഇൻ ടു ദ എക്സാമിനേഷൻ ഹാൾ, സാധാരണഗതിയിൽ 15 മിനിറ്റ് പരീക്ഷയ്ക്ക് പേപ്പർ നൽകിയ 15 മിനിറ്റിന് ശേഷം നിർബന്ധമായും അതിന്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു കാരണവശാലും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. നോ സ്റ്റുഡന്റ് വിൽ ബി അലൗഡ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹാൾ ഓർ ടേക്ക് അവേ ദ ക്വസ്റ്റ്യൻ പേപ്പർ ബിഫോർ ദ എക്സ്പയറി ഓഫ് 1 hour of commencement of the examination. പരീക്ഷ തുടങ്ങി 1 മണിക്കൂറിന് ശേഷം അല്ലാതെ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ കൊണ്ട് പുറത്തേക്ക് പോകാനോ പരീക്ഷാ പേപ്പർ കൊടുത്ത് പുറത്തേക്ക് പോകാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിലെ the validity of a program is not over including re-admission period if applicable, filled in course code and opted registered courses, not applicable for the revaluation of the filled in course codes. If applicable for the revaluation of filled in course codes, the revaluation results of the immediate previous term and the result whichever is higher will be notified in the mark sheet. അപ്പോൾ കൃത്യമായി മാർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ള മാർക്ക് ആയിരിക്കും ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. നോ എക്സാമിനി ഈസ് അലൗഡ് ടു ടേക്ക് ഓവർ ദ ആൻസർ ഷീറ്റ് ഔട്ട് ഓഫ് ദ എക്സാം സെന്റർ ഇഫ് ഫൗണ്ട് ഇൻ കേസ് വിൽ ബി രജിസ്റ്റേർഡ് വിത്ത് ദ പോലീസ് ആൻഡ് UFM. നിങ്ങൾക്ക് മറ്റ് ഫോഴ്സുകളോടൊപ്പം തന്നെ യൂണിയൻ ഫോഴ്സിനോട് അല്ലെങ്കിൽ പോലീസിൽ താങ്കൾക്ക് പരാതിപ്പെടേണ്ടി വരും. താങ്കളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. എക്സാമിന് ഒരു കാരണവശാലും ആൻസർ ഷീറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ പാടുകയില്ല. ഇംപേഴ്സൺസ് വിൽ ബി റിപ്പോർട്ടഡ് ടു ദ പോലീസ്. എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ പോലീസിൽ അറിയിക്കുന്നതായിരിക്കും. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു പ്രിസർവ് എ കോപ്പി ഓഫ് ദെയർ
ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഇൻ ഗുഡ് കണ്ടീഷൻ ഇൻ ഫ്യൂച്ചർ റെഫറൻസ്. നിർബന്ധമായും ഈ ഹാൾ ടിക്കറ്റിന്റെ ഒരു കോപ്പിയും കൂടി എടുത്തു വെക്കുക. പലപ്പോഴും പല പുതിയ ആശയങ്ങൾക്ക്, പുതിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് താങ്കൾക്ക് ഇത് വേണ്ടി വരും. എന്തായാലും ഈ COVID-19 പശ്ചാത്തലത്തിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളും കൂടി മുൻകരുതലുകൾ എടുക്കുക. കൃത്യമായി സാനിറ്റൈസർ കയ്യിൽ വെക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, അതുപോലെ തന്നെ മാസ്ക് നിർബന്ധമായും ധരിക്കുക. എല്ലാവർക്കും ആരോഗ്യപൂർണമായ പരീക്ഷാ ദിവസങ്ങൾ ആശംസിക്കുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഇത്രയും ആഴത്തിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകിയിരിക്കുന്ന ഈ ഒരു സംഭവം നിങ്ങൾ തുടർന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. പരീക്ഷാ ദിവസങ്ങൾ ഏറ്റവും ആനന്ദകരമായി താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശുഭ നിദ്ര. നന്നായി പരീക്ഷാ ദിവസങ്ങളിൽ നന്നായി ഉറങ്ങുക. പരീക്ഷ ഹാങ് ഓവർ വരാതിരിക്കാൻ വേണ്ടി തലച്ചോറിന് നല്ല വിശ്രമം കൊടുക്കുക, നല്ല വ്യായാമം ചെയ്യുക. 24 മണിക്കൂറും പഠനം പഠനം എന്ന് അവസാന നിമിഷത്തിലെ ഹാർഡ് വർക്ക് എന്നുള്ള കോമാളിത്തരം ചെയ്യാതിരിക്കുക. സ്മാർട്ട് വർക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. കൂളായി, റിലാക്സ് ആയി, വളരെ 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 റിലാക്സ് ആയി, ആശ്വാസത്തോടുകൂടി കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പരിശീലിക്കുക. എല്ലാ നന്മകളും നേരുന്നു. ഒരു കാരണവശാലും ഉറക്കം കളയുന്ന തരത്തിലുള്ള പരീക്ഷകൾ ആകരുത്. പരീക്ഷയ്ക്ക് 40 മിനിറ്റ് വായിക്കുക, 10 മിനിറ്റ് വിശ്രമം ചെയ്യുക, വിശ്രമം എടുക്കുക. വേണമെങ്കിൽ ഒന്ന് ചെറുതായി ഒരു ഇടത്തരത്തിൽ ഒരു ചെറിയ ഉറക്കം ഒന്ന് ഉറങ്ങുക. അതുപോലെ തന്നെ 7 മണിക്കൂറിൽ കൂടുതൽ 7 to 8 മണിക്കൂർ നന്നായി രാത്രി ഉറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക. അതിരാവിലെ എണീക്കുക. ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുക തന്നെ വേണം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി പരീക്ഷയെ നേരിടാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.